ഹർഷിനിയുടെ കാർ എങ്ങോട്ടായിരിക്കും പോയത്? എന്ത് അപകടത്തിലേക്കാണ് അവൾ ചെന്ന് ചാടിയത്? ആ കാറ് കണ്ണിന്ന് മറയാതെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വാ ഹർഷിനി. ഇന്നടാ നീ ചോദിച്ച 10 ലക്ഷം. എന്താ ഹർഷിനി, പോലീസുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവസാനം കാശുമായിട്ട് ഇങ്ങ് പോന്നല്ലേ? നീയാണ് മിടുക്കി പെണ്ണ്. ഇതായിരുന്നോ നിന്റെ ഇൻഫ്ലുവൻസ്? എന്തൊരു പ്രസംഗമായിരുന്നു. നീ ചോദിച്ചതെല്ലാം നിനക്ക് ഞാൻ തന്നില്ലേ? ഇനി ആ ഫോട്ടോസുള്ള മെമ്മറി കാർഡും ആ ഫോണും എനിക്ക് തന്നേക്ക്. ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. അത്രയ്ക്ക് തിടുക്കം കൂട്ടല്ലേ? ഇനി നിന്നോട് സംസാരിച്ച് നിൽക്കാനോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കാനോ ഉള്ള മനസ്സോ ഇൻട്രസ്റ്റോ എനിക്കില്ല ചന്തു. എനിക്ക് ആവശ്യമുള്ളത് തന്നാ ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ പറയല്ലേടി. നിന്നോട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ഒടുക്കത്തെ പ്രേമവും ആടി. What do you mean? എന്താ ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? ഏയ് കൈന്ന് വിട്. എന്നെ പിടിച്ചത് അങ്ങനെ അങ്ങ് വിടാനല്ലടി. കൈന്ന് വിട് ചന്തു, കൈന്ന് വിടാൻ. ചന്തു വിടാൻ. വിടാനല്ലേ പറഞ്ഞ് ചന്തു. മിഥുൻ, ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം മേഘനയെ ഏൽപ്പിച്ചത് ഏറ്റവും വലിയ തെറ്റ്. എന്താ മിഥുൻ അവൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്ത? മേഘന സമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ ഈ ടെൻഡർ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല മിഥുൻ. ഇനിയിപ്പോ എന്താ ചെയ്യുമോ? വേറെന്ത് ചെയ്യാനാ? എത്രയോ കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന പ്രൊജക്റ്റ് ഇത്. ഇതിപ്പോ മേഘന കാരണം നമുക്കതില്ലാതായിരിക്കാം. ചന്തു, ചന്തു വേണ്ട. ഇത് ഹർഷിന് കയറിയ ക്യാബല്ലേ? എക്സ്ക്യൂസ് മീ ചേട്ടാ, ചേട്ടന്റെ കാറിൽ ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന് ഇറങ്ങിയില്ലേ? അവൾ എവിടെ ഇറങ്ങിയത്? താങ്ക്സ് ചേട്ടാ. വാ ഹർഷിനി, വാ. അശോക്, ഹരീഷ്, വാ. ഗിരി, അവരെ പിടിക്കടാ. അവിടെ നിന്നേ. ഇവരിങ്ങനെ വിട്ടാ ശരിയാവില്ല. എല്ലാ എണ്ണത്തിന് പോലീസിൽ പിടിച്ചു കൊടുക്കുന്നതാ നല്ലത്. ഹർഷിനി, ആ ഫോണിങ് തന്നെ. ഈ പ്രൊജക്ട് ഇനി നമുക്ക് കിട്ടാതാവൂടാ. എന്റെ മനസ്സിൽ ആദ്യം കയറി തുടങ്ങി. ഇതെങ്ങാനും നമുക്ക് മിസ്സായെങ്കിൽ എനിക്ക് പിന്നെ ആരോട് ക്ഷമിക്കാൻ കഴിഞ്ഞൊന്നു വരില്ല. രാപ്പകലില്ലാതെ എത്ര നാളായിട്ട് പ്ലാൻ ചെയ്ത കാര്യത്. ഇനി ഈ പ്രൊജക്ട് എനിക്ക് കിട്ടാതായ എന്റെ സർക്കിളിലുള്ളവരെ എന്നെ ഒരു വിഡ്ഢിയെ പോലെ കാണും മിഥുൻ. അവരുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടാവില്ലടാ. അവരുടെയൊക്കെ പരിഹാസം നിറഞ്ഞ നോട്ടങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രൊജക്ട് മാത്രം നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല മിഥുൻ. സർ, അവരവിടെ അകത്തൊരുത്തനുണ്ട്. ഇതിലുണ്ട്. നടക്കാൻ നടക്കണം. മോളെ ഹർഷിനി, നീ നഗരത്തിൽ വളർന്നവളല്ലേ? നല്ല ധൈര്യമുള്ള കുട്ടിയാണ്.
ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും നിനക്കറിയാം. പക്ഷെ അത് മാത്രം ഉണ്ടെങ്കിൽ ജീവിതാവില്ല. ആൾക്കാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ഉണ്ടായിരിക്കണം മോളെ. ഒരു വ്യക്തി നമ്മളോട് അടുക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടെയാണെന്ന് അവരോട് ഇടപഴകാൻ തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത്തരം കെണികളിൽ ചെന്ന് വീഴും. ഇന്ന് തന്നെ കണ്ടില്ലേ എന്താ ഉണ്ടായത്? എത്ര വലിയ ആപത്തിന്ന് നീ രക്ഷപ്പെട്ടത്. ഞാൻ വരാനൊരല്പം വൈകിയിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ നടന്നിരിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ വീട്ടിൽ അറിയിക്കണം. അതല്ലാതെ നീയായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഇതുപോലെ വിഡിത്തങ്ങൾ കാണിക്കരുത്. ഈ ജീവിതം എന്ന് പറഞ്ഞ നിന്റെ പാർട്ടികളും കൂട്ടുകെട്ടുകളും മാത്രമല്ല. നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ആ ജീവിതം തകർന്നു പോവും. വാ വീട്ടിൽ പോവാം. അരുണിമ മേഡം, നിതിൻ സാർ, ടെൻഡറിന്റെ സമയം കഴിഞ്ഞല്ലോ. ഇനി ടെൻഡർ കൊടുത്തിട്ടും കാര്യമില്ല. ഈ പ്രോജക്റ്റ് കൈവിട്ട് പോയി എന്ന് തന്നെ പറയും. നിനക്കൊന്ന് സൂക്ഷിച്ചൂടെ വിവേക്? നീ എന്താ വലിയ ഹീറോ ആണെന്നാണോ വിചാരം? അവരോട് ഒറ്റയ്ക്ക് ചെന്ന് ഫൈറ്റ് ചെയ്യാൻ? എന്റെ പൊന്നുമോളെ, ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്റെ ഫോൺ മേടിക്കാൻ വേണ്ടിയാ. അവൾക്ക് അതിന്റെ വല്ല നന്ദി ഉണ്ടോ നോക്കിക്കേ. വാ ഇവിടെ ഇരിക്ക്, മരുന്ന് വെച്ച് കെട്ടിത്തരാം. ഹായ് വിവേക്. ഹായ്. വിവേക് എന്നല്ല, വിവേകേട്ടാന്ന് വാനരച്ച് വിളിക്കടി. എന്ന് ശരി മമ്മി, ഇനി തൊട്ട് അങ്ങനെ തന്നെ വിളിച്ചോളാം. വിവേക്, കൈ ഇങ്ങോട്ട് കാണിച്ച്. അയ്യോ കൊച്ചുമരുമോനെ, ഇതെന്തു പറ്റി? കൈയൊരു കമ്പി കൊണ്ട് കീറിയതാ. നിന്റെ വിവേകേട്ടന്റെ കൈയും മുറിഞ്ഞ് ചോര വരുന്നത് കണ്ടിട്ട് വായി നോക്കി നിക്കുവാണോടി? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മമ്മി? വിവേകേട്ടന്റെ കയ്യില് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത് നീയല്ലേടി? ഓ ചാരു, മോള് ചെന്നേ വിവേകിന് നല്ലൊരു കോഫി ഇട്ടെടുത്തോണ്ട് വാ. കൈയൊക്കെ ഷാലു കെട്ടിക്കൊടുത്തോളൂ. ഷാലു ചെല്ലു മോളെ, കെട്ട്. എനിക്കിതൊക്കെ കെട്ടാൻ അറിയാം വിവേകേട്ടാ. നോക്കിക്കേ, വേദന അറിയേയില്ല. കെട്ടിക്കൊടുക്കടി. ആയിക്കോട്ടെ മമ്മി. ഇതിപ്പോ മുറിവിന്റെ വേദനയൊക്കെ നിന്റെ കെട്ടിന്റെ വേദനയാണല്ലോ എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്ന ശാലിനി. അയ്യോ, ഐ എം വെരി സോറി വിവേകേട്ടാ. അയ്യോ,
ശാലിനി, ഇത്രയും ചെറിയ മുറിവിന് ഇത്രയും വലിയ കെട്ട് ആരെങ്കിലും കെട്ടുവോ? ഞാൻ കെട്ടിക്കോളാം, മാറിക്ക്. സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ റഫായിട്ട് ഹാൻഡിൽ ചെയ്താൽ എങ്ങനെയാ? ഒരു കാര്യം മര്യാദ ശീലം വെച്ചിട്ടുണ്ട്. ശരി ചാരു, ഞാനൊന്ന് പോയിക്കോട്ടെ. ശരി മോനെ, പോയിട്ട് വാ. ശരി ആന്റി. ആ. പൊട്ടത്തരം പറങ്കിക്കായോളം മണ്ടത്തരം മഞ്ചാടിക്കുരുവോളം എന്ന് പറയും പോലെ ഉണ്ട്. ഒരു കാര്യം നിനക്ക് മര്യാദക്ക് ചെയ്യാൻ അറിയില്ലേ? നടക്കടി. മേഘനെ, 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 എവിടെയാണ് നീ? മേഘനെ, മേഘനെ. എന്തു പറ്റിയിരുന്നേ? എന്തിനാ നിനക്ക് ഇത്രയും ദേഷ്യം? നീ വിളിക്കുന്ന കേട്ട അവളെ ഇപ്പൊ ചുട്ടുകരിക്കും തോന്നുന്നല്ലോ. മേഘന എവിടെ? മേഘന വീട്ടിലില്ലെന്നാ തോന്നുന്നായിരുന്നേ. വീട്ടിൽ അടങ്ങിയിരിക്കാതെ പറഞ്ഞ ജോലി മര്യാദക്ക് ചെയ്യാതെ അവൾ എവിടെ പോയതാ? മേഘനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ടെൻഡർ എന്തായിരുന്നേ? ടെൻഡർ നമുക്ക് കിട്ടിയില്ല ഡാഡ്. വാട്ട്? ടെൻഡർ കിട്ടിയില്ലെന്ന് പറഞ്ഞ? പറയുന്നത് അനുസരിച്ച് പണിയെടുക്കാൻ ആളുണ്ടെങ്കിൽ വിചാരിച്ച കാര്യങ്ങളും അതേപടി നടന്നേന്. ആ മേഘനയുടെ അനാസ്ഥ കാരണം ഇന്ന് നമുക്ക് ഈ ടെൻഡർ നഷ്ടപ്പെട്ടത്. എത്ര കാലമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പ്രൊജക്റ്റ് അവസാന നിമിഷം പോയത്. മേഘന കാരണമെന്ന് പറഞ്ഞ എന്താ ചേച്ചി? അങ്ങനെ ആയതുകൊണ്ട് അവള് കാരണമാണ് ഇന്നത് കൈവിട്ടു പോയത്. അതിരിക്കട്ടെ, മേഘന എവിടെയാ? ഹർഷിനി, കഴിഞ്ഞതൊക്കെ ഇവിടെ വെച്ച് മറന്നേക്ക്. ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് അവരെ കൂടെ വിഷമിപ്പിക്കാമെന്നല്ലാതെ മറ്റൊരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഒപ്പം ഇങ്ങനെയൊക്കെ നടന്നു എന്നറിഞ്ഞാ വീട്ടിലുള്ളവരെല്ലാം പേടിക്കുകയും ചെയ്യും. അതുകൊണ്ടിത് ഇവിടെ വെച്ച് മറന്നിട്ട് നീ അകത്ത് കയറിയാ മതി. ആരെന്ത് ചോദിച്ചാലും ഇതിനെക്കുറിച്ച് മിണ്ടരുത്. ഞാനും പറയില്ല ഹർഷിനി, ഓക്കെ അല്ലേ? നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കയറി ചെല്ലുന്നത് ശരിയല്ല. നീ കുറച്ച് കഴിഞ്ഞ് വന്നാ മതി. ഞാൻ ആദ്യം ചെല്ലട്ടെ. ശരി. ചേച്ചി, മേഘന വരുന്നുണ്ട്. അവിടെ നിക്ക്.
പറ്റിയമ്മേ? ഇനി ഈ വീട്ടില് കാലുകുത്താനുള്ള യോഗ്യത നിനക്കുണ്ടോ ഇല്ലെന്ന് ആദ്യം അറിയണം. ടെൻഡറിന്റെ ഫയലും എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോ ആന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ടിട്ട് അവിടേക്ക് എത്താതെ നീ എങ്ങോട്ടാ പോയത്? നിന്നോടാ ചോദിച്ച മേഘനെ. എന്റെ ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് വേണം. നീ എവിടെ പോയതാണത്? മോം, ഞാൻ മേഘനയോട് പതുക്കെ ചോദിച്ച് മനസ്സിലായിക്കോളാം. മോം ഒന്ന് സമാധാനിക്കേ. സമാധാനോ? അതെനിക്ക് ഇനി എവിടെ നിന്ന് കിട്ടാനടാ? രാവൊന്നും പകലൊന്നും പോലും നോക്കാതെ ആ ടെൻഡറിന് വേണ്ടി കഷ്ടപ്പെട്ടതാ. എന്റെ സർക്കിളിലുള്ളവരുടെ മുമ്പിൽ എന്റെ പേര് നിലനിർത്തേണ്ട പ്രൊജക്റ്റ് ആയിരുന്നു അത്. എന്റെ അന്തസ്സിനെ ഒരു പടി കൂടി ഉയർത്തേണ്ട പ്രൊജക്റ്റ്. അങ്ങനെ ഒന്നാ കൈ കിട്ടിയ പോലെ കിട്ടിയിട്ട് കൈ നിന്ന് പോയത്. ഇനി ഞാൻ എങ്ങനെ സമാധാനത്തോടെ കഴിയും? നീ പറയണം മേഘനെ, നിന്നോട് ആ ഫയൽ എടുത്തോണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞതല്ലേ? മേഘനെ, എന്താ സംഭവിച്ചെന്ന് പറ. നീ ഇങ്ങനെ മിണ്ടാതെ നിന്ന അരുണിമയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമോ മോളെ? ദയവ് ഇതെന്നോട് ക്ഷമിക്കണോ അച്ഛാ? തൽക്കാലം ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനൊരവസ്ഥയിലല്ല ഞാനിപ്പം. What nonsense! എന്റെ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരം ഉണ്ടായിരിക്കണമല്ലോ. എന്നിട്ട് പറയാൻ എന്താ നിനക്ക് എത്താ മടി? വാ ഹർഷിണി, വാ. ഞാൻ ഇവിടെ തൊണ്ട പൊട്ടുന്ന പോലെ നിലവിളിച്ചിട്ടും നിനക്ക് വാ തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നോട് എന്റെ വാക്കുകളോട് ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ലേ? മോം, ഒരു മിനിറ്റ് മോം, ഞാനൊന്ന് ചോദിക്കട്ടെ. മേഘനെ, പോട്ടെ. ഫയൽ കൊണ്ടുവരാൻ